അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വേദഭാഗം നമുക്ക് വീണ്ടും വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സസ് 17 to 20. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലതും നിവർത്തിയാവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ലോർഡ്. 5:20 കർത്താവ് ആ പറഞ്ഞ വാക്കുകളുടെ ഏറ്റവും പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ അതുവരെ പറഞ്ഞതിൻ്റെ അതിനെ കൺക്ലൂഡ് ചെയ്തിട്ട് കർത്താവ് പറയുന്ന വാക്കുകളാണ്: നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ദൈവ പൈതലിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിസൈപ്പിളിൻ്റെ, ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിൻ്റെ നീതി എങ്ങനെയാണ് എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് നമ്മെ നീതീകരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തു കോടതിയുടെ മുൻപാകെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറ്റം ചെയ്തില്ല എന്നതുപോലെ വെറുതെ വിടുന്നതാണ് നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തി ഒരു വലിയ തെറ്റ് ചെയ്തു, ശിക്ഷ ആ വ്യക്തിക്ക് അവൻ അർഹിക്കുന്നു. എന്നാൽ ന്യായാധിപൻ പറയുകയാണ്, ഞാൻ ഇവനെ നീതീകരിക്കുകയാണ്, അവൻ തെറ്റ് ചെയ്തില്ല. അതിന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നീതീകരണം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഫോർഗീവ്നെസ്. കർത്താവ് ഫോർഗീവ് ചെയ്തു. ഞാൻ ഈ വേദഭാഗം ദൈവം അനുവദിച്ചാൽ ചില ആഴ്ചകളിലൂടെ ഈ വേദഭാഗത്ത് നിന്നേ മതിയാവും. കാരണം ഇത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരുപാട് ശരിയായ ധാരണയെക്കാളും തെറ്റായ ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വേദഭാഗമാണ്. എന്തിനേറെ, ദ മാസ്റ്റർ ഒറേറ്റർ, when he himself expounded this, people misunderstood him, and that is why he begins, do not think that I have come to abolish the law or the prophets. So he begins with a do not think, which means they must have thought that he is speaking against the law. ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് കർത്താവ് സംസാരിക്കുന്നു എന്ന ഒരു ചിന്ത കർത്താവിൻ്റെ ഹിയറേഴ്സിൽ, കർത്താവിനെ കേട്ടവരിൽ ഉണ്ടായി എന്ന് കർത്താവിന് നന്നായി മനസ്സിലായതുകൊണ്ടാണ് കർത്താവ് ആരംഭിക്കുന്നത് ഡു നോട്ട് തിങ്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദ മാസ്റ്റർ ഒറേറ്റർ ഏറ്റവും മനോഹരമായിട്ട് കൊച്ചു കൊച്ചു സ്റ്റോറീസിനാൽ സ്വർഗരാജ്യത്തിൻ്റെ അതീവ നിഗൂഢമാകുന്ന സത്യങ്ങളെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള കർത്താവ് തന്നെ സംസാരിച്ചപ്പോൾ മനുഷ്യർ തെറ്റിദ്ധരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞാൽ എത്രമാത്രം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അത്
അതിൻ്റെ ഫേസ് വാല്യൂവിൽ തന്നെ നമ്മൾ എടുത്താൽ ഒരുപാട് തെറ്റായ ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വേദഭാഗം. അതിനെ പല നിലകളിൽ വിശദീകരിക്കാനായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഐ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് ദിസ് ടെക്സ്റ്റ് ആൻഡ് ഐ കൺസൾട്ടഡ് സം ഓഫ് ദ ബിഗ് ബോയ്സ് ഓഫ് ക്രിസ്ത്യൻഡം. ദേ ആർ നോ മോർ, ബട്ട് ഐ കൺസൾട്ടഡ് ദം. ഇന്ന് ജീവനോടെ ഇല്ലാത്ത അതികായന്മാരാകുന്ന ചിലരുമായിട്ട് ഞാനൊന്ന് ഇൻ്ററാക്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇദ്ദേഹം മരിച്ചുപോയവരുമായിട്ടും സംസാരം തുടങ്ങിയോ? ഇത്രയും ഞങ്ങൾ ഓർത്തില്ല. അതല്ല ഉദ്ദേശിച്ചത്. അവരുടെ എഴുത്തുകൾ ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ലോങ് എഗോ ഉള്ള വിശുദ്ധന്മാർ വരെ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. തോമസ് അക്വേനസ് എന്ന് പറയുന്ന ആ അനുഗ്രഹീതനാകുന്ന ദൈവഭക്തൻ മുതൽ അഗസ്റ്റിൻ, ഇവരെല്ലാം എഴുതിയിട്ടുണ്ട്. അവരെല്ലാം അവരുടേതാകുന്ന രീതിയിൽ അതിന് വിശദീകരണം കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. ഇത് വിശദീകരിക്കാനായിട്ട് ചിലർ അവലംബിക്കുന്ന ഒരു മാർഗം, കാരണം കർത്താവ് ഇവിടെ പറയുന്ന ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒന്ന്, ആ തെറ്റിദ്ധാരണയെ മാറ്റുന്നു. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനല്ല വന്നത്. അപ്പോൾ ആദ്യമേ തെറ്റായ ധാരണയെ മാറ്റുന്നു. രണ്ട്, എന്തിനാണ് വന്നതെന്ന് പറയുന്നു. നിവർത്തിപ്പാനായിട്ട് വന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞ കാര്യം അത്രയുമേ കർത്താവ് പറഞ്ഞുള്ളെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് വ്യാഖ്യാനിക്കാം. കാരണം കർത്താവ് അത് നിവർത്തിച്ചു. നൗ ഇറ്റ് ഈസ് നോ ലോങ്ങർ ആപ്ലിക്കബിൾ എന്ന് ഈസിലി പറയാം. പക്ഷേ വിഷയം അതല്ല. അടുത്ത വാക്യം നമ്മളെ ഇങ്ങനെ തുറച്ചു നോക്കുക. എന്താണത്? സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് എപ്പോഴും ഈ സത്യമായിട്ട് പറയുന്നു എന്ന് പറയുന്ന വിഷയം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സത്യമായിട്ട് ഞാൻ പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു ലിറ്റററി ഡിവൈസാണ്. ഓൾഡ് ടൈംസിൽ ഉപയോഗിച്ചിരുന്ന ഒരു ലിറ്റററി ഡിവൈസാണ്. അതായത് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളെ ആവർത്തിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയുക. അതുകൊണ്ടാണ് പൗലോസ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സത്യം സംസാരിക്കുന്നു. അതായത് റോമാലേഖനം 9-ാം അധ്യായം, നിങ്ങൾ 9, 10, 11 അത് 3 അധ്യായം തുടങ്ങുന്ന അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഒരു ആണയിട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ പറയുന്നത് ബോഷ്കല്ല കേട്ടോ എന്ന് എടുത്ത് പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാനാണ് ദൈവവചനത്തിൽ ആ പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട എഴുത്തുകാർ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന. അപ്പോൾ യേശു കർത്താവ് പറയുന്ന ഞാൻ സത്യമായിട്ട് പറയുന്നു, നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ വി നീഡ് ബെറ്റർ ലിസൺ ടു വാട്ട് ഹി ഈസ് ട്രൈങ് ടു ടെൽ അസ്. അപ്പോൾ അങ്ങനെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ സത്യമായിട്ട് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ എന്ന് മാത്രമല്ല പറയുന്നത്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങനെ പറയുമ്പോൾ ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. The Spirit of the Lord wants us to pause and take notice of what He is trying to convey. അതാണ് അതിൻ്റെ മീനിങ്. അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രയോഗങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ കർത്താവ് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ
സകലവും നിവൃത്തിയാവുകയോളം ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകില്ല. വി ആർ ഇൻ ട്രബിൾ. We are in trouble. Why? Read the law. ലോ വായിച്ചിട്ട് ഇന്നിവിടെ ഇപ്പോൾ ജീവനോടെ ഇരിക്കാൻ യോഗ്യതയുള്ള ആരേലും ഉണ്ടോ? ഞാനില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. I won't be here. എന്നേ മരണശിക്ഷയ്ക്ക് ഞാൻ അധീനനായിനി. And that is why I said we are in trouble. കർത്താവ് പറയുക, ഒരു വള്ളിയും പോവുകയില്ല, പുള്ളി. അപ്പോൾ ഇത് കർത്താവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എങ്ങനെയും ഒക്കെ ഞാനിന്ന് ഐ എം ഗോയിങ് ടു റൈസ് മോർ ക്വസ്റ്റ്യൻസ് ടുഡേ ദാൻ ആൻസേഴ്സ്. സോ കം നെക്സ്റ്റ് വീക്ക് റെഗുലർലി. സോ വി നീഡ് ടു ടേക്ക് തിങ്സ് സീരിയസ്ലി. ഓക്കെ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ സ്ട്രഗിൾ ചെയ്തതുപോലെ നിങ്ങളും സ്ട്രഗിൾ ചെയ്യാൻ ഒരാഴ്ച ഞാൻ വിടുക. കാരണം കർത്താവ് പറയുകയാണ്, വള്ളിയാകട്ടെ പുള്ളിയാകട്ടെ. എനിവേ, ഞാൻ അല്പം ചില കാര്യങ്ങൾ ആശ്വാസനായിട്ട് പറയാം. ഡെൻസിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകം ഞാൻ നോട്ടീസ് ചെയ്തു, കർത്താവ് ഞങ്ങൾക്ക് ആശ്വാസമാകണേ. അപ്പോൾ ആശ്വാസത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഡോണ്ട് വറി. ഓഫ് കോഴ്സ് ഐ വിൽ ക്ലോസ് ഇൻ ടൈം. ഞാൻ നേരത്തെ കൺസൾട്ട് ചെയ്ത ആ മഹാപണ്ഡിതന്മാരിൽ ചിലരൊക്കെ പറഞ്ഞ ഒരു സൊല്യൂഷൻ, അതല്ല ഞാൻ പോകാൻ പോകുന്നത്. അത് എന്താണെന്നൊന്ന് പറയാം. അവർ പറഞ്ഞ സൊല്യൂഷൻ, മൊസൈക്ക് ലോ എന്ന് പറഞ്ഞാൽ തന്നെ ദർ ആർ 3 categories ടു മൊസൈക്ക് ലോ. മോശയുടെ ന്യായപ്രമാണത്തിന് 3 കാറ്റഗറിയുണ്ട്. ഒന്ന്, ദ മോറൽ ലോ, ധാർമ്മിക നിയമങ്ങൾ. 2, ദ സെറമോണിയൽ ലോ, ആചാരപരമാകുന്ന ധാർമ്മിക നിയമങ്ങളെന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, ഡു നോട്ട് കമ്മിറ്റ് അഡൾട്ടറി, ഡു നോട്ട് വർഷിപ്പ് ഐഡൽസ്, ഡു നോട്ട് മേക്ക് ഓൾ ദോസ് തിങ്സ്. ധാർമ്മിക നിയമങ്ങൾ. പിന്നെ ദരിദ്രനോട് കരുണയുള്ളവന്, ഒത്തിരി കാര്യങ്ങളുണ്ട് ധാർമ്മിക നിയമങ്ങൾ, മോറൽ ലോ. 2, സെർമോണിയൽ ലോ. ആടിനെ കൊണ്ടുവരണം, പശുവിനെ കൊണ്ടുവരണം, പിന്നെ ആദ്യത്തെ കറ്റ കൊണ്ടുവരണം, വീഞ്ഞ് കൊണ്ടുവരണം, ഒത്തിരി കാര്യങ്ങൾ സെർമോണിയൽ ലോ. പിന്നെ മറ്റൊരു കാറ്റഗറിയുണ്ട്, സിവിൽ ലോ. സിവിൽ ലോ എന്ന് പറഞ്ഞാൽ ആ ഇസ്രായേൽ മക്കളോട് ഒരു രാജ്യമെന്ന നിലയിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ. നിങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ ആയിരിക്കണം ഭരണം, രാജാവ് ഇങ്ങനെ വേണം ഭരിക്കാൻ, നിങ്ങളുടെ ജഡ്ജസ് ഇങ്ങനെ ചെയ്യണം, ഇന്ന കുറ്റം ചെയ്തവൻ ഇന്ന ശിക്ഷ അനുഭവിക്കണം എന്ന് വേണ്ട സിവിൽ ലോസ് ഉണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറിയിൽ ഈ ന്യായപ്രമാണത്തെ അവർ വിഭാഗിക്കുന്നുണ്ട്: മോറൽ, സെർമോണിയൽ ആൻഡ് സിവിൽ. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായത്തിൽ ദ സെർമോണിയൽ the civil law doesn't apply the church. കാരണം സഭയെ സംബന്ധിച്ചിടത്തോളം സിവിൽ ലോ അത് ബാധകമല്ല. അതിന് കാരണം സഭ ഇസ്രയേൽ എന്ന രാഷ്ട്രമല്ല എന്നത് തന്നെയാണ് കാരണം. സഭ ഇസ്രയേൽ എന്ന രാജ്യമല്ല, അത് അവർക്കന്ന് കൊടുത്തിരുന്ന നിയമങ്ങളാണ്. അത് കാലഹരണപ്പെട്ടു ഒരർത്ഥത്തിൽ. എന്നാൽ സെർമോണിയൽ ലോയുണ്ട്. യാഗം, ആടിനെ കൊണ്ടുവരണം, കാളയെ കൊണ്ടുവരണം, നമ്മുടെ കറ്റ കൊണ്ടുവരണം, വീഞ്ഞ് കൊണ്ടുവരണം, ഇതൊക്കെയുണ്ട് സെർമോണിയൽ ലോ. അപ്പോൾ സെർമോണിയൽ ലോ യേശു കർത്താവിൽ നിവൃത്തിയായി. അതാണ് കൊലോസി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവയൊക്കെയും വരുവാനിരുന്നവയുടെ നിഴലത്രേ.
അപ്പോൾ കേവലം നിഴൽ, ഷാഡോ മാത്രമായിരുന്നു അതെല്ലാം തന്നെ. അത് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേലിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെ പോൾ തന്നെ, ഫോർ എക്സാമ്പിൾ കൊരിന്ത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ പുളിപ്പില്ലാത്തവരായി ഉത്സവം ആചരിക്കുക. എല്ലാം പഴയ നിയമത്തിൻ്റെ ഉത്സവങ്ങളാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അതിനെ ഇങ്ങോട്ട് എടുത്തേച്ച് നമ്മൾ പുളിപ്പില്ലാത്തവരായിരിക്കണം. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ കാരണം നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ അല്ലേ. അപ്പോൾ ആ സെറമോണിയൽ ലോ എല്ലാം ക്രിസ്തുവിൽ നിവൃത്തിയായി. ക്രിസ്തു അതെല്ലാം ക്രൂശിൽ സമ്പൂർണമായി നിവർത്തീകരിച്ചു. അത് പുതിയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഞാനിത് ഒറ്റ ഉദാഹരണം പറഞ്ഞ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, അവരെല്ലാവരും മോശയോട് ചേർന്നു സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റു. അവർ ചെങ്കടൽ കടന്നു. എന്നിട്ട് അവർ ഒരേ ആത്മീക ആഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. സോ സെർമണീസ്, നിഴലുകൾ, ഷാഡോസ്, അതെല്ലാം ക്രിസ്തുവിൽ നിവൃത്തിയായി. എന്നാൽ മോറൽ ലോയെ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. മോറൽ ലോയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറഞ്ഞു, നിനക്ക് ഞാൻ തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടിരിക്കാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനത്തിൽ എടുത്തെഴുതിയപ്പോൾ ഞാൻ തരുന്ന ദേശമെന്നുള്ളത് അങ്ങ് മാറ്റി പൗലോസ്. എന്നിട്ട് താൻ പരിശുദ്ധാത്മാവിനാൽ മറ്റൊരു വാക്ക് ചേർത്തു, നീ ഭൂമിയിൽ ജീവനോടെ ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ദേശം എന്നുള്ള ആ കാറ്റഗറി അവസാനിച്ചു. ഇപ്പോൾ ഭൂമിയാ വിഷയം, സഭയാ വിഷയം. മോറൽ ലോ മാറ്റമില്ല. ധാർമ്മിക നിയമങ്ങൾ മാറുന്നില്ല. ഇനി ഒറ്റ കാര്യം, ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് അത് എത്രത്തോളം ആശ്വാസം ആകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. ഈ ഡീപ്പ് സ്പിരിച്വാലിറ്റി ഓഫ് ലോ, ആത്മീകമാകുന്ന അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ആത്മീകത, യേശു എന്താണ് അർത്ഥമാക്കിയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ കീ നമുക്ക് കിട്ടുന്നത്. ഞാനങ്ങ് പെട്ടെന്ന് പറയാം, തീർന്നു, എൻ്റെ സമയം തീർന്നു. 21 മുതൽ 26 വരെ കർത്താവ് പറയുന്ന കാര്യം മർഡറിനെ കുറിച്ചാണ്, കൊലപാതകം. ന്യായപ്രമാണം അനുസരിച്ച് കുത്തിക്കൊന്നെങ്കിലേ കൊലപാതകനാകത്തുള്ളൂ. കുത്താൻ ശ്രമിച്ചേച്ച് ഞാൻ കുത്താൻ പോയവൻ എന്നെക്കാളും നല്ല തടിമുടിക്കുള്ളവനായിരുന്നു, കത്തി പിടിച്ചെറിഞ്ഞേച്ച് എനിക്ക് 2 എണ്ണം തന്ന് ഞാൻ വീട്ടിൽ പോയാൽ ഞാൻ കൊലപാതകനാകുന്നില്ല. പിന്നെ കൊലപാതക ശ്രമം മാത്രം, ശ്രമം. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, അത്രയൊന്നും വേണ്ട, ആരും അറിയണ്ട. പ്രൈസ് ദി ലോർഡ് ബ്രദറേ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നത് കൊലപാതകമാണെന്ന് യേശു പറഞ്ഞു. മനസ്സിലായോ? അതല്ലേ യേശു പറഞ്ഞു, അല്ലെങ്കിൽ അല്ലെന്ന് പറ. അതാ ഞാൻ പറഞ്ഞു, വി ആർ ഇൻ ട്രബിൾ. സോ ദ ഡീപ്പ് സ്പിരിച്വാലിറ്റി ഓഫ് ദ ലോ. അടുത്തത് ലസ്റ്റ്, വിഷയാസക്തി. അതെന്താണെന്ന് യേശു പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഡിവോഴ്സ്, എനിക്കറിയാം പൊളിറ്റിക്കലി റോങ് ആണെന്ന് എങ്കിലും ഞാൻ ഒന്നും പറയുന്നില്ല. 31 മുതൽ 32 വരെ വായിച്ചു. ഓത്സ്, അതെന്താണെന്ന് യേശു പറഞ്ഞു. 33 മുതൽ
വാക്കുകൾ, നിങ്ങളുടെ വാക്കുകൾ യെസ് എന്നുള്ളത് യെസും നോ എന്നുള്ളത് നോ എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ മീൻ വാട്ട് യു സ്പീക്ക് ആൻഡ് സ്പീക്ക് വാട്ട് യു മീൻ. അതിൽ കൂടുതൽ എനിക്ക് വ്യക്തമാക്കാൻ പറ്റുകയില്ല. മീൻ വാട്ട് യു സ്പീക്ക് ആൻഡ് സ്പീക്ക് വാട്ട് യു മീൻ. നത്തിങ് ബിയോണ്ട് ദാറ്റ്. ഓക്കെ. റിട്ടാലിയേഷൻ 38 മുതൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. സൺഡേ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ എക്സാം നടക്കണം. പ്രിയപ്പെട്ടവരെ, അതാ യേശു പറയുന്നത്. ഇവിടെയാണ് എഗെയിൻ നമ്മൾ ആദ്യം ചിന്തിച്ചൊരു ബിയാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഏതാണെന്നറിയാമോ? ഏതാ ആദ്യത്തെ ബിയാറ്റിറ്റ്യൂഡ്? കമോൺ. ആത്മാവിൽ ദരിദ്രൻ. ആത്മാവിൽ ദരിദ്രൻ ആകുന്നവൻ. യു ആർ ഓൾവേസ്. ആൻഡ് വെൻ ഇതാ ലോയുടെ ഫങ്ഷൻ. മോശയുടെ ലോ മാത്രമല്ല, പഞ്ചഗ്രന്ഥങ്ങളിലെ റബിമാരുടെ വ്യാഖ്യാനമല്ല വിഷയം. യേശു ന്യായപ്രമാണത്തെ എങ്ങനെ കണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാ ഞാൻ തിരിച്ചറിയുന്നത്, കർത്താവേ, എനിക്ക് ഒരു രക്ഷയുമില്ല until and unless you have mercy. പ്രിയപ്പെട്ടവരെ, ഇതാ ഞാൻ പറഞ്ഞ ആശ്വാസത്തിൻ്റെ വചനം. ആ റിയലൈസേഷനിലേക്ക് വരുന്ന ഒരു ദൈവ പൈതലിനോട് കർത്താവ് പറയുന്നതിനാണ്, ആത്മാവിൽ ദരിദ്രനായവൻ ആകുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കെന്തോ ഉണ്ട്? സ്വർഗരാജ്യം. Don't worry. Be a poor in the spirit, knowing fully well that no amount of my effort can fulfill the law's demands. Here are my Lord, I am before you. Law, ന്യായപ്രമാണം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ഇത് നമ്മളെ ഗവേൺ ചെയ്യാൻ പോകുക. എങ്ങനെയാണെന്നറിയാമോ? We run to Christ because Christ has fulfilled. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച ചിന്തിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.